അങ്ങനെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് പുഴുവിനെ കഴിക്കുന്നൊക്കെ കാണാനുണ്ട്. അങ്ങനെ പട്ടായിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഉള്ളത്. അവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് ഷോപ്പിങ്ങിനായിട്ട്. പക്ഷേ റേറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണെന്നാണ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടാൽ വാങ്ങിക്കാൻ തോന്നും. പക്ഷേ നമുക്ക് ലാസ്റ്റ് ഡേയിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇന്ദിരാ മോളിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് വാങ്ങിക്കാൻ കരുതിയിട്ട് അങ്ങനെ ആരും വാങ്ങിച്ചിട്ടുണ്ടായില്ല. ഒരു ഉച്ച സമയമാകുമ്പോഴാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ആ ബോട്ടിൽ കയറി നമ്മളെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഫുള്ളൊന്ന് ചുറ്റിയിട്ടുണ്ടേനി. അങ്ങനെ ഇനിയാണ് നമ്മൾ പുഴുവിനെ കഴിക്കാൻ പോണത്. കാര്യം അവിടെ നിന്നാണ് നമ്മൾ ലൈവായിട്ട് ആ പുഴുവിനെ വറുത്ത് വെച്ചൊക്കെ കണ്ടത് കേട്ടോ. പുഴുവും പിന്നെ മുതലയും അങ്ങനെ. അതിനിടയ്ക്ക് അദ്രീനെ കുറച്ച് എന്താ പറയുക, അവനെ കണ്ടിട്ട് എന്തോ കൗതുകം തോന്നിയിട്ടത്. ഇവരൊക്കെ വന്ന് ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പുഴുവിനെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. മുതലിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിച്ചിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ കഴിച്ചിട്ടില്ല ഒരെണ്ണം. 50 ബാത്ത്. അവിടെ റേറ്റും കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുഴുതാ പല വിധത്തിലുള്ള പുഴുകളുണ്ട്. ഏജ് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കും, എന്തായാലും കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട് കഴിക്കില്ല എന്നുള്ള. എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൾ ഭയങ്കര കൂളായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചെമ്മീൻ്റെ മറ്റോ ടേസ്റ്റാന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. അയാര ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂമിൽ എത്തിക്കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് രാത്രി ഡിന്നർ കഴിക്കാൻ പോവുക. അതിനുശേഷം നമുക്ക് മസാജിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തായ്ലൻഡിൽ സ്പെഷ്യൽ മസാജിന് വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ഏകദേശം ടൈമും കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇന്ന സമയത്ത് ലോബിയിൽ എത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേഗം പിന്നെ പൂളിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ റൂം പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഡിന്നറിന് പോകാൻ വേണ്ടിയിട്ട് ബസ് കറക്റ്റ് സമയത്ത് തന്നെ വരും. അപ്പോൾ അതിന് മുന്നേ പൂളിൽ എത്തണം. അങ്ങനെ നമ്മൾ പൂളിലൊക്കെ പോയി അതിനുശേഷം താഴോട്ടേക്ക് ഇറങ്ങിയപ്പം ഇതെന്താ സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതാ ലൈഫിൽ ആദ്യമായിട്ട് ഇതാ കണ്ടു, നേരിട്ട് കാണുന്നുണ്ട്. നമ്മളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പാണിത്. അപ്പം എന്തായാലും ഒന്ന് പോയി കാണാമെന്ന് കരുതി. അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് ആ ബസ് വന്നപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വിക്കും നമ്മൾ പിറ്റേ ദിവസം പോകേണ്ട ഡെസ്റ്റിനേഷനും എപ്പം നമ്മൾ റെഡി ആവണം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഡിന്നർ കഴിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തായ് മസാജിന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും വന്നിട്ടുണ്ടായില്ല. കാര്യം കഴിഞ്ഞ ദിവസം ഉറക്കം ഒന്നും ശരിയായിട്ടില്ല, ഉറക്കം പെൻഡിങ് ഉണ്ട്. അപ്പം അങ്ങനെ വേണ്ടവർക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പേര് മാത്രം പിന്നെ മസാജിന് പോവുകയുണ്ടായി. വിക്കീൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് ആൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. ബോറടിപ്പിക്കാത്ത വിധം എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു റൂമിൻ്റെ അടുത്തുള്ള മസാജ് സെൻറ്ററിലേക്ക് ഇരുന്നേ. ഞാൻ പറഞ്ഞത് എല്ലാവരും വന്നിട്ട് നമ്മളൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ആൾക്കാർ ആദ്യം പോയിട്ടുണ്ടായിരുന്നു. ഏട്ടനത്തിന് മുന്നേ ഇവിടെ വന്നുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ വരണം, അന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ള. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.